140 മണ്ഡലങ്ങളിലെയും ആദ്യ റൗണ്ട് പോസ്റ്റൽ വോട്ടുകൾ എണ്ണിക്കഴിഞ്ഞപ്പോൾ ഇഞ്ചോടിഞ്ചാണ് ആദ്യഘട്ടത്തിൽ LDF കയറി, പിന്നെ UDF കയറി, പിന്നെ LDF കയറി, UDF കയറി. അതിനിടയിൽ വളരെ ഗൗരവമായി 5 മണ്ഡലങ്ങളിൽ, പ്രത്യേകിച്ച് നേമമണ്ഡലത്തിൽ ശിവൻകുട്ടിയാണ് കയറിയിരിക്കുന്നത് ആദ്യ റൗണ്ട് പോസ്റ്റൽ വോട്ടിൽ. എന്നാൽ ബാക്കി 5 മണ്ഡലങ്ങളിൽ BJP കയറി എന്നുള്ളത് വളരെ വലിയ കാര്യമാണ്. രാജീവ് ചന്ദ്രശേഖർ വീണ്ടും ഇതാ കയറിയിരിക്കുന്നു. അപ്പോൾ വളരെ വലിയ മുന്നേറ്റമാണ് ഉണ്ടായിരിക്കുന്നത്. 5 മണ്ഡലങ്ങൾ വീണ്ടും BJP കയറിയിട്ടുണ്ട്. നേമം രാജീവ് ചന്ദ്രശേഖർ, ചാത്തന്നൂർ ഗോപകുമാർ, പിന്നെ ശോഭാ സുരേന്ദ്രൻ പാലക്കാട്, അശ്വിനി കുമാർ കാസർഗോഡ്, പിന്നെ അതുപോലെ തന്നെ പിന്നെ മഞ്ചേശ്വരം K സുരേന്ദ്രൻ, അങ്ങനെ 5 സ്ഥലങ്ങളിൽ BJP വോട്ട് പിടിച്ചിരിക്കുന്നു. പോസ്റ്റൽ വോട്ടിൽ ചരിത്രത്തിലാദ്യമാണ് കേരളത്തിൻ്റെ വോട്ടിംഗ് ചരിത്രം മാറ്റിക്കുറിച്ചുകൊണ്ടാണ് BJP മുന്നോട്ട് വന്നിരിക്കുന്നത്. ഇന്ന് വരെ ഒരു തെരഞ്ഞെടുപ്പിനും പോസ്റ്റൽ വോട്ടിന് BJPക്ക് ഇതുവരെ ഇത്രയും വോട്ട് കിട്ടിയിട്ടില്ല. ചരിത്രത്തിലാദ്യമായി ഇത് 5 സീറ്റ് തുടക്കത്തിൽ തന്നെ BJP കിട്ടിയിരിക്കുന്നു പോസ്റ്റൽ വോട്ടിൽ എന്നുള്ളത് വളരെ കൗതുകകരമായ കാര്യം. തുടക്കത്തിൽ 10-40 വോട്ടിന് ശിവൻകുട്ടിയാണ്, LDFിൻ്റെ ശിവൻകുട്ടിയാണ് നേമത്ത് മുന്നിൽ നിന്നതെങ്കിൽ ഇപ്പോൾ 600ഓളം വോട്ടിന് രാജീവ് ചന്ദ്രശേഖർ മുന്നിലോട്ട് വന്നിട്ടുണ്ട്. കേരളത്തിൽ ഇഞ്ചോടിഞ്ചാണ് പോസ്റ്റൽ വോട്ടിൽ നടക്കുന്നത്. ആദ്യ റൗണ്ട് മാത്രമേ ഉള്ളൂ. ഈ പ്രാവശ്യത്തെ പോസ്റ്റൽ വോട്ടിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത, പോസ്റ്റൽ വോട്ടിൽ സർക്കാർ ഉദ്യോഗസ്ഥർ മാത്രമല്ല, വീട്ടിലിരുന്ന് സീനിയർ സിറ്റിസന്മാരായും അവശത അനുഭവിച്ച വീട്ടിലിരുന്ന് വോട്ട് ചെയ്ത ഒരുപാട് പോസ്റ്റൽ വോട്ടുകൾ കൂടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ 2000, 3000, നേരത്തെയാണ് 10, 500 പോസ്റ്റൽ വോട്ടാണ് ഒരു മണ്ഡലത്തിലുണ്ടെങ്കിൽ ഇപ്പോൾ 2000, 3000, 4000 പോസ്റ്റൽ വോട്ടൊക്കെ ഓരോ മണ്ഡലത്തിലുമുണ്ട്. അതുകൊണ്ട് തന്നെ പോസ്റ്റൽ വോട്ട് അതിനിർണായകമാണ്. ഇപ്പോഴത്തെ പോസ്റ്റൽ വോട്ടിൻ്റെ ട്രെൻഡ് കാണിക്കുന്നത് ഇഞ്ചോടിഞ്ചാണ് കേരളത്തിൽ പോരാട്ടം നടക്കുന്നത്. ആ ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൽ വളരെ കൃത്യമായി 5 സീറ്റിലേക്ക് BJP വന്നപ്പോൾ ഇവിടെ ഒരു തൂക്കുസഭ വരുമോ എന്നുള്ള സംശയത്തിലേക്കും കാര്യങ്ങൾ പോകുന്നു. 70, 65, 5 ആണെങ്കിൽ തീർച്ചയായിട്ടും തൂക്കുസഭ വരും. 69, 68, 7 ആണെങ്കിൽ അത് അങ്ങനെ വന്നുകൊണ്ടിരിക്കും. BJPക്ക് സീറ്റ് 5-ൽ നിന്ന് കൂടുന്നതിനനുസരിച്ച് ഇപ്പുറത്ത് കൃത്യമായി വന്നില്ല എന്നുണ്ടെങ്കിൽ വളരെ കൃത്യമായ ഒരു തൂക്കുസഭയിലേക്ക് കേരളം പോകാൻ സാധ്യതയുണ്ട്. BJPക്കാർ സ്വപ്നം കാണുന്ന പോലെ ഒരു തൂക്കുസഭ കേരളത്തിൽ വരുമോ? അതോ ആദ്യ ട്രെൻഡ് കാണിക്കുന്നത് കേരളത്തിൻ്റെ ചരിത്രത്തിലാദ്യമായി BJP പോസ്റ്റൽ വോട്ടിൽ മുന്നിൽ വരുന്നു എന്നുള്ളത് വളരെ ഗൗരവതരമായ കേരള രാഷ്ട്രീയത്തെ മാറ്റി തീർക്കുന്ന ഒരു വിഷയമാണ്. പക്ഷേ ഞാൻ ഇവിടെ സൂചിപ്പിച്ച പോലെ 10, 500, 100, 200 വോട്ടൊക്കെ പലയിടത്തും എണ്ണിയിട്ടുള്ളൂ. ഇനി ധാരാളം വോട്ടുകൾ എണ്ണാനുണ്ട്. അപ്പോഴും ഞെട്ടിക്കുന്ന ഒരുപാട് പോസ്റ്റൽ വോട്ടിൽ തന്നെ ഞെട്ടിക്കുന്ന ഒരുപാട് കഥകളാണ് പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. പഴകുളം മധു റാന്നിയിൽ ശരിക്കും പറഞ്ഞാൽ ഒരു ഞെട്ടിക്കൽ കാൻഡിഡേറ്റ് ആയിട്ട് കയറി വന്നിട്ടുണ്ട്. അങ്ങനെ പല സ്ഥലങ്ങളിലും വലിയ തോതിലാണ് പോസ്റ്റൽ വോട്ട് എണ്ണുമ്പോൾ. കുഞ്ഞികൃഷ്ണൻ കയറി വന്നു ഒരു ഘട്ടത്തിൽ, പിന്നെ പയ്യന്നൂരിൽ കുഞ്ഞികൃഷ്ണൻ കയറി വന്നു. അങ്ങനെ പല സ്ഥലങ്ങളിലും വളരെ വലിയ തോതിൽ ആദ്യം HS കയറി വന്നു അമ്പലപ്പുഴയിൽ, പിന്നെ സുധാകരൻ വീണ്ടും ആ ലീഡ് തിരിച്ചു പിടിച്ചു. അങ്ങനെ ഓരോ മണ്ഡലങ്ങൾ എടുത്തു കഴിഞ്ഞാൽ വലിയ തോതിലാണ് സീറ്റുകൾ പിടിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ സീറ്റുകളിൽ ഓരോ വലിയ തോതിലാണ് പോസ്റ്റൽ വോട്ടിൽ വ്യത്യാസം വരുന്നത്. ഈ പോസ്റ്റൽ വോട്ട് കാണിക്കുന്നത്, ഈ പോസ്റ്റൽ വോട്ടിൻ്റെ ട്രെൻഡ് നോക്കുമ്പോൾ കേരളത്തിൽ ഇഞ്ചോടിഞ്ച് മത്സരം നടക്കുകയും വളരെ നാമമാത്രമായ വോട്ടുകൾക്ക് മാത്രമായി ഏതെങ്കിലും ഒരു മുന്നണി വരുമോ? അവിടെയാണ് MV ഗോവിന്ദൻ ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ് ചാനലുകളോട് പറഞ്ഞത്, ഇനിയും ഞങ്ങൾക്ക് പ്രതീക്ഷ നഷ്ടപ്പെട്ടിട്ടില്ല, ഒരു കാരണവശാലും ഞങ്ങൾ പിറകിൽ പോകില്ല, ഞങ്ങൾ 75 സീറ്റിനകത്ത് പിടിച്ച് അധികാരത്തിൽ വരുമെന്ന് പറയുമ്പോൾ ഓരോ മണ്ഡലവും മാറി മറിയുകയാണ്. IB സതീഷിൻ്റെ മണ്ഡലത്തിൽ MR ബൈജു ആദ്യം പിടിച്ചു, പിന്നെ IB സതീഷായി, സുധീർ ഷാ പാലോട് ഭാവനപുരത്ത് കയറി വന്നു, ഇങ്ങനെ ഓരോ ലിജു കായംകുളത്ത് കയറി വന്നു. അങ്ങനെ ഓരോ മണ്ഡലങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഏകദേശം 140 മണ്ഡലങ്ങളിലെയും വോട്ടിംഗ് പാറ്റേൺ പുറത്ത് വന്നിട്ടുണ്ട്. അങ്ങനെ പുറത്ത് വരുമ്പോൾ 140 മണ്ഡലങ്ങളിലെയും പോസ്റ്റൽ വോട്ട് പുറത്ത് വരുമ്പോൾ ഇഞ്ചോടിഞ്ചാണ് ഓരോ മണ്ഡലത്തിനും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടക്കുന്നത്. ഏകദേശം 67, 63, 4 എന്ന് പറയുന്ന ഒരു കണക്ക് വരുന്നുണ്ട്. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായി കൃത്യമായി 65, 65 അല്ലെങ്കിൽ 67, 68 വെച്ച് വരികയും 4-5 സീറ്റ് പിന്നെ ആർക്ക് വരികയും ചെയ്യും, കൃത്യമായി NDAക്ക് വരികയും ചെയ്യും. നേമത്ത് വീണ്ടും മാറി മറിയുകയാണ്. നേരത്തെ രാവിലെ ശിവൻകുട്ടിയായിരുന്നു, കുറച്ച് കഴിഞ്ഞപ്പോൾ വളരെ വലിയ മാർജിനിൽ രാജീവ് ചന്ദ്രശേഖർ കയറി വന്നു. അവിടെ പിന്നെ ശബരിനാഥ് പിക്ചറിലില്ല. അത് കഴിഞ്ഞ് വീണ്ടും വരുന്നത് തീർച്ചയായിട്ടും ശക്തൻ നാടാർമും ശക്തൻ മുന്നിൽ വന്നിരിക്കുന്നു. 64, 66 എന്നുള്ള കണ്ടീഷനിലേക്ക് വരുന്നു. 4 സീറ്റ് NDA വന്നിരിക്കുന്നു. അങ്ങനെ വീണ്ടും സീറ്റ് കൂടുകയാണ്. എന്തായാലും ഇഞ്ചോടിഞ്ച് 1, 2 സീറ്റിന് കൊല്ലത്ത്, അതുപോലെ തന്നെ ബിന്ദു കൃഷ്ണ ആദ്യം മുതൽ തന്നെ മുന്നിലുണ്ട്. ഓരോ കുഞ്ഞാലിക്കുട്ടി വലിയ വോട്ടിന് മുന്നിലുണ്ട്. ഓരോ മണ്ഡലം എടുത്തു കഴിഞ്ഞാൽ കൃത്യമായി UDFിൻ്റെ കാൻഡിഡേറ്റ്സും LDF കാൻഡിഡേറ്റും ഇഞ്ചോടിഞ്ചാണ് മത്സരം നടക്കുന്നത്. അതിനിടയിൽ NDAയും നല്ല മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നു എന്നുള്ളത്
വളരെ നല്ല രസകരമായ ഒരു ഇലക്ഷൻ ട്രെൻഡാണ് ഇപ്പോൾ കാണിക്കുന്നത്. ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ 4-5 സീറ്റ് NDA പിടിക്കുകയും അതുപോലെ തന്നെ പിന്നെ വളരെ നാമമാത്രമായ സീറ്റുകൾക്ക് LDF ആണോ UDF ആണോ മുന്നിലെന്നറിയില്ല. ആദ്യ ട്രെൻഡുകൾ കാണിച്ചത് UDF ആണ്, പിന്നെ അത് മാറി മറിയുന്നുണ്ട്, LDFിലേക്ക് പോകുന്നു, UDFിലേക്ക് പോകുന്നു. ഇപ്പോൾ ലേറ്റസ്റ്റ് ട്രെൻഡ് നിൽക്കുന്നത് 63, 67 LDFും 63 UDFും. അത് കഴിഞ്ഞിട്ട് തിരിച്ച് 4 സീറ്റിൽ NDA ഇന്നുണ്ട്. അപ്പോൾ NDA 0 ആവുമെന്ന് പറഞ്ഞവർക്ക് തിരിച്ചടി നൽകിക്കൊണ്ട് വീണ്ടും UDF മുന്നോട്ട് പോവുകയാണ്. UDFും LDFും തമ്മിലുള്ള സീറ്റ് വ്യത്യാസം ഒരു 4-5 സീറ്റിൻ്റെ ഒരു 5 സീറ്റിന് താഴെയുള്ള വ്യത്യാസത്തിലായിരിക്കും പോസ്റ്റലോട്ട് വരുന്നത്. അങ്ങനെ വന്നാലും UDF ആണ് മുന്നിൽ. കാരണം പരമ്പരാഗതമായി പോസ്റ്റൽ വോട്ട് മുഴുവൻ കിട്ടിക്കൊണ്ടിരിക്കുന്നത് LDFിനാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായി പോസ്റ്റൽ വോട്ടുകളുടെ ട്രെൻഡ് കാണിക്കുന്നത് വളരെ കൃത്യമായി കാണിക്കുന്നത് UDFിൻ്റെ ട്രെൻഡാണ്. കോട്ടയം ജില്ലയിൽ വൈക്കവും അതുപോലെ തന്നെ പിന്നെ കാഞ്ഞിരപ്പള്ളി ജയരാജൻ്റെ കാഞ്ഞിരപ്പള്ളിയും ഒഴിച്ച് എല്ലാ സീറ്റുകളും UDFിനാണ് കാണിക്കുന്നത്. ഓരോ ജില്ലകളെടുത്താൽ വളരെ കൃത്യമായിട്ട് പാലോട് സുധീർ ഷാ വീണ്ടും മുന്നിൽ വന്നിരിക്കുന്നു. അങ്ങനെ ഓരോ മണ്ഡലം എടുത്തു കഴിഞ്ഞാൽ വളരെ കൃത്യമായി വോട്ടിംഗ് പാറ്റേൺ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു UDF ട്രെൻഡിലേക്ക് കേരളം പോകുന്ന എല്ലാ സാധ്യതകളുമുണ്ട്. കാരണം പോസ്റ്റൽ വോട്ടിൽ ഇത്രയും വന്നാൽ മതി. പോസ്റ്റൽ വോട്ടിൽ ശരിക്കും പറഞ്ഞാൽ താഴെ പോവുകയും LDF പോസ്റ്റൽ വോട്ടിലേക്ക് മുന്നിൽ നിന്നാലും UDFിന് സാധ്യതയുണ്ട്. കാരണം പോസ്റ്റൽ വോട്ടിൽ കൂടുതലും വരുന്നത് LDFിനാണ് കാലാകാലങ്ങളിൽ. പക്ഷേ ഇപ്രാവശ്യത്തെ പോസ്റ്റൽ വോട്ടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത സാധാരണ ജനങ്ങൾ കൂടി, പ്രായമുള്ള സാധാരണ ജനങ്ങളും അവശരായവരും കൂടി വോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആർക്കാണ് 65 ഒരു ഘട്ടത്തിലെങ്കിലും തുല്യം വന്നിരിക്കുകയാണ്. 130ഉം 134. ഇനി 6 സീറ്റിൽ മാത്രമാണ് നമ്മൾ ഈ സംസാരിക്കുന്ന സമയത്ത് വരാനുള്ള ആദ്യഘട്ടത്തിൽ. ബാക്കി 65 തുല്യമാണ് പോസ്റ്റൽ വോട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വളരെ കൃത്യമാണ് ആദ്യത്തെ ട്രെൻഡ് കാണിക്കുന്നത്. സണ്ണി ജോസഫ് പേരാവൂരിൽ മുന്നിലാണ്. അപ്പോൾ എന്തായാലും വലിയ ട്രെൻഡാണ്. മന്ത്രി മുഹമ്മദ് റിയാസ് മുന്നിലാണ്. അതുപോലെ തന്നെ റോജി M. ജോൺ മുന്നിലാണ്. ഓരോരുത്തർ അതുപോലെ ഓരോ സ്ഥലം എടുത്തു കഴിഞ്ഞാൽ 65 VD സതീശൻ വലിയ മാർജിനിൽ മുന്നിലാണ്. 65 4 134 മണ്ഡലങ്ങളുടെ സീറ്റ് നമുക്ക് പറയാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും 6 സീറ്റുകൾ മാത്രമാണുള്ളത്. ആദ്യഘട്ടമാണിത്. ആദ്യഘട്ടം ഒന്നുമല്ല, കാരണം വോട്ടിംഗ് മെഷീൻ EVM വോട്ടിംഗ് മെഷീനിൽ വോട്ട് തുറന്നിട്ടില്ല. ആകപ്പാടെ തുറന്നിരിക്കുന്നത് LDFിൻ്റെയും UDFിൻ്റെയും പോസ്റ്റൽ വോട്ടുകളാണ്. NDAയുടെയും ഈ പോസ്റ്റൽ വോട്ടുകളിൽ 4 സീറ്റ് കൃത്യമായി NDA പിടിച്ചിരിക്കുന്നു. അതിൽ നിയമം കൂടി വന്നാൽ 5 സീറ്റായി. ബാക്കിയുള്ള സീറ്റുകളിൽ വളരെ കൃത്യമായി ഇരവിപുരത്ത് പിന്നെ വിഷ്ണുമോഹൻ മുന്നിൽ വന്നിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നൗഷാദ് വീഴുമോ? 65 66 UDF ഒരു ഘട്ടമെത്തിയപ്പോൾ 66 എത്തിയിരിക്കും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചില്ലേ, തുടക്കം മുതൽ നമ്മൾ സൂചിപ്പിക്കുകയാണ്. UDFിന് അനുകൂലമായ ട്രെൻഡാണ് ഏറ്റവും കൂടുതൽ കേരളത്തിൽ നിൽക്കുന്നത്. 66ഉം 64 പിന്നെ 70ഉം 65 135 മണ്ഡലങ്ങളിലെ സീറ്റുകൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ ആദ്യഘട്ടത്തിൽ 135 മണ്ഡലങ്ങളുടെ സീറ്റുകൾ വരുമ്പോൾ സിദ്ദിഖ് 72 വോട്ടിന് മുന്നിലാണ്. IC ബാലകൃഷ്ണൻ വയനാട് മുന്നിലാണ്. വയനാട് കോൺഗ്രസിന് അനുകൂലമായ രീതിയിലാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. വീണ്ടും LDF ഒരു സീറ്റിൽ മുന്നിൽ കയറി 66 വീണ്ടും UDF ഇങ്ങനെ മാറി മറിഞ്ഞ് വരികയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് കേരളത്തിൽ നടക്കുന്നത്. ഒരു സ്വീപ്പിംഗ് വിക്ടറി ഒന്നും ആർക്കും കിട്ടില്ല. കാട്ടാക്കടയിൽ വീണ്ടും MR ബൈജു വന്നു. IB സതീഷിനെ അട്ടിമറിച്ചുകൊണ്ട് MR ബൈജു വന്നു. മലമ്പുഴയിൽ ഒന്ന് സംഭവിച്ചു. വട്ടിയൂർക്കാവിൽ വീണ്ടും രസകരമായ ഒരു മാറ്റം വന്നിരിക്കുന്നു. 29 വോട്ടിന് K മുരളീധരൻ മുന്നിൽ വന്നിരിക്കുന്നു. നേരത്തെ VK പ്രശാന്ത് ആയിരുന്നു. 67 64 4 67 67 4 71 പിന്നെ 68 എന്ന് പറഞ്ഞ 64 വന്നിട്ടുണ്ട്. ഇനി 69 5 സീറ്റുകൾ മാത്രമാണ് ഇനി വരാനുള്ളത്. ബാക്കി എല്ലാ സീറ്റുകളുടെയും 135 സീറ്റുകളുടെ ഫലം ആദ്യ റൗണ്ട് വരുമ്പോൾ UDF ആണ് മുന്നിൽ. ഞങ്ങൾ രാവിലെ തന്നെ തുടക്കം തന്നെ പറഞ്ഞതാണ്, UDFിൻ്റെ ട്രെൻഡാണ് കേരളത്തിൽ കാണിക്കുന്നത്. പക്ഷേ ട്രെൻഡ് കാണിക്കുമ്പോഴും തൊട്ട് പിന്നാലെ ഇഞ്ചോടിഞ്ച് പിറകിൽ തന്നെ LDFും ഉണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനി 5 സീറ്റിൽ മാത്രമാണ് ആദ്യഘട്ടത്തിലെ പോസ്റ്റൽ വോട്ടിൻ്റെ വരേണ്ടത്. അതിൽ കളമശ്ശേരിയിൽ താക്കോൽ കളഞ്ഞു പോയതുകൊണ്ട് ഡ്യൂപ്ലിക്കേറ്റ് താക്കോൽ ഉണ്ടാക്കാൻ നടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് കളമശ്ശേരി എന്തായാലും താമസിക്കും. ബാക്കിയുള്ള സ്ഥലങ്ങൾ UDF 68 4 സീറ്റ്. NDA അതിങ്ങനെ സ്റ്റെബിലൈസ് ചെയ്ത് പോകുന്നുണ്ട്, സ്റ്റേബിളായി പോകുന്നു. NDA 4 സീറ്റിൽ UDF ആണ്. 68 സീറ്റിൽ UDF ആണ്. 69 സീറ്റ് 69 സീറ്റിലേക്ക് UDF മാറുന്നു. 69ഉം 73ഉം പിന്നെ അപ്പുറത്ത് 64 സീറ്റിലേക്ക് LDF ചുരുങ്ങിയിട്ടുണ്ട്.
എന്തായാലും നമ്മുടെ ഇപ്പോഴത്തെ ട്രെൻഡ് വെച്ച് നോക്കുമ്പോൾ UDF തന്നെയാണ് കേരളത്തിൽ പോസ്റ്റൽ വോട്ടിൽ മുന്നിൽ. അവിടെ വരുന്ന മറ്റൊരു അത്ഭുതം എന്ന് പറയുന്നത് NDA സ്റ്റേബിളായി 5 മണ്ഡലങ്ങളിൽ പോസ്റ്റൽ വോട്ടിൽ മുന്നിലാണ്. കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ BJP കളം വരയ്ക്കും.